ജെയിംസിന്റെ പക്കൽ ഹാമർമാൻ എന്നു പേരുള്ള ഒരു കരുത്തനായ ഫൈറ്റർ ഉണ്ട്. അണ്ടർഗ്രൗണ്ട് ഫൈറ്റിംഗ് അറീനയിലെ ഒരു ലോക്കൽ ചാമ്പ്യൻ ആയിരുന്നു ഹാമർമാൻ. ഇതുവരെ ഫൈറ്റിംഗ് അറീനയിൽ ഹാമർമാനെ ആർക്കും തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫൈറ്റിംഗ് അറീനയിൽ പിൻബോൾ എന്നു പേരുള്ള ഒരു ഫൈറ്റ് പ്രൊമോട്ടർ ഉണ്ടായിരുന്നു. പിൻബോളിന്റെ ഫൈറ്ററുമായിട്ടാണ് അന്നേ ദിവസം ഹാമർമാൻ കൊമ്പ് കോർക്കേണ്ടത്. അധികം വൈകാതെ തന്നെ അവർ തമ്മിലുള്ള ഫൈറ്റ് ആരംഭിച്ചു. പക്ഷേ പിൻബോൾ കൊണ്ടുവന്ന ഫൈറ്റർ ഹാമർമാന് ഒന്നുമല്ലായിരുന്നു. നിഷ്പ്രയാസം ആ ഫൈറ്ററെ ഹാമർമാൻ തോൽപ്പിച്ചു. പിൻബോൾ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഹാമർമാൻ ആ ഫൈറ്ററെ വകവരുത്തിയേനെ. ഫൈറ്റിലും ബെറ്റിലും പരാജയപ്പെട്ടതുകൊണ്ട് ജെയിംസിന് പിൻബോൾ പണം നൽകേണ്ടി വന്നു. ജെയിംസിനെ നേരിടാൻ പിൻബോളിന് ഭയമായിരുന്നു. ആളുകളെ ദ്രോഹിക്കുന്നതിലും കൊല്ലുന്നതിലുമെല്ലാം വിനോദം കണ്ടെത്തിയ ആളായിരുന്നു ജെയിംസ്. പിൻബോൾ തിരികെ കാറിലെത്തിയപ്പോൾ പിന്നിൽ ബോൺ ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പിൻബോൾ ഞെട്ടിയെങ്കിലും പിന്നീട് ബോൺ പിൻബോളിനോട് സംസാരിച്ചു. ഹാമർമാനെതിരെ തനിക്ക് ഫൈറ്റ് ചെയ്യാൻ ഒരു അവസരം ഒരുക്കി തരണമെന്ന് പിൻബോളിനോട് ബോൺ ആവശ്യപ്പെട്ടു. തനിക്കൊട്ടും പരിചയമില്ലാത്ത ഒരാളെ എങ്ങനെ ബെറ്റ് കെട്ടി ഹാമർമാനെതിരെ മത്സരിപ്പിക്കും എന്ന് പിൻബോൾ തിരിച്ചു ചോദിച്ചു. പക്ഷേ ബെറ്റ് കെട്ടാനുള്ള പണം നൽകി ബോൺ പിൻബോളിനെ കൺവിൻസ് ചെയ്തു. താൻ വിജയിച്ചാൽ തനിക്ക് 20% പണം മാത്രം മതിയെന്നും ഇനി തന്റെ കൂടെ പിൻബോൾ ബെറ്റ് വെക്കുന്നുണ്ടെങ്കിൽ അത് 40%-ആയി ഉയർത്തണം എന്നുമായിരുന്നു ബോണിന്റെ ആവശ്യം. പിൻബോളിനും അത് നല്ലൊരു ഡീലായിട്ട് തോന്നി. ഉടൻ തന്നെ പിൻബോൾ ബോണിനെയും കൊണ്ട് അണ്ടർഗ്രൗണ്ട് ഫൈറ്റിംഗ് അറീനയിലേക്ക് ചെന്നു.